ലൈംഗികാതിക്രമ കേസിൽ സംവിധായകനും മുൻ എംഎൽഎയുമായ PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവിന്ന്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഉത്തരവ് പറയുക. കഴിഞ്ഞ ദിവസം കേസിൽ വാദം പൂർത്തിയായിരുന്നു. സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തി നടത്തിയ അതിക്രമം ഗൗരവമുള്ളതാണെന്നും ഇത് കാരണം ജാമ്യം അനുവദിക്കരുതെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. നവംബർ 27-നാണ് സംവിധായക മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഡിസംബർ 8-നാണ് കേസെടുത്തത്. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകനും മുൻ എംഎൽഎയുമായ PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നാണ് ഉത്തരവുണ്ടാകുക. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഉത്തരം പറയുന്നത്. കഴിഞ്ഞ ദിവസം കേസിൽ വാദമൊക്കെ പൂർത്തിയായിരുന്നു. സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തി നടത്തിയ അതിക്രമം ഗൗരവമുള്ളതാണെന്നും ഇത് കാരണം ജാമ്യം അനുവദിക്കരുതെന്നുമൊക്കെയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ പരാതി അടിസ്ഥാനരഹിതവും ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്നൊക്കെ പ്രതിഭാഗം വാദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കേസിന്റെ വാദം പൂർത്തിയായത്. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജൂറി ചെയർമാനായിരുന്നു PT കുഞ്ഞുമുഹമ്മദ്. ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് ഈ സംവിധായകയുടെ പരാതി വരുന്നത്. നവംബർ 27-നാണ് സംവിധായക മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഡിസംബർ 8-നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്നത്.